ഹലോ എവറി വൺ. ഷാഫി പറമ്പിൽ, അതായത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. വടകരയിൽ ഷാഫി പറമ്പിൽ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ കണ്ട് കുറേ പേര് കമൻ്റ് ഇട്ടതാണ്. ബ്രോ, നീ ജസ്റ്റ് വടകരയിലേക്ക് വരണം, അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം. എം പി ആയതിനു ശേഷം ഷാഫി പറമ്പിൽ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്ത് മന്ത്രിയാണ് ഷാഫി, എന്ത് എം പി ആണ് ഷാഫി? പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടത് റോഡല്ലേ, അതിനെ ശരിയാക്കണ്ടെന്നാണ് കുറേ പേര് കമൻ്റ് ഇട്ടത്. ഞാൻ ആ കമൻറ്റിനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിലേക്ക് അയച്ചു. നോക്കൂ, ഷാഫി പറമ്പിൽ നല്ല നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തതാണ്, ഞാനതിനെ വീഡിയോ ഇട്ടു. എന്നാൽ അതിൽ കുറച്ച് കമൻറ്റുകൾ വരുന്നത് എന്തുകൊണ്ട് റോഡിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വന്ന റീപ്ലേ, മോനെ ഭരണം ഏറ്റെടുത്തതേ ഉള്ളോ അല്ലേ, എം പി ആയതേ ഉള്ളോ അല്ലേ, എല്ലാം ഞങ്ങൾ പരിഹരിക്കപ്പെടും. എ ടു സെഡ് വടകരയിലെ മനുഷ്യർ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നോ അതൊക്കെ ഞങ്ങൾ പരിഹരിക്കപ്പെടും, എല്ലാം സ്പോട്ടിന് പറ്റൂല, ഒന്നൊന്നായി ഞങ്ങൾ ചെയ്യുമെന്നാണ് അപ്പോൾ എനിക്ക് കിട്ടിയ റീപ്ലേ. എന്നാൽ ഇന്നലെ ഷാഫി പറമ്പിലിൻ്റെ ഒരു പോസ്റ്റ് കണ്ട് ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ആ പോസ്റ്റ് ഞാൻ സൈഡിൽ വെച്ച് തരാം. ഈ പോസ്റ്റിൽ പറയുന്നത് വടകരയിലെ റോഡിനെ കുറിച്ചാണ്. കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്. ഷാഫി പറമ്പിൽ നേരിട്ട് ഇതിനൊരു പരാതി കൊടുക്കുകയും എത്രയും പെട്ടെന്ന് ഈ റോഡിനെ നിങ്ങൾ ശരിയാക്കി തരണമെന്ന് ഷാഫി പറമ്പിൽ അവിടെ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും, എൻ്റെ പൊന്നുമക്കളെ, ഇന്ന് 5 മണിക്ക് ഇതിൻ്റെ പേരിൽ ഒരു വലിയൊരു ചർച്ചയും നടക്കുന്നുണ്ട്. ഇതാണ് ഭരണം. നിങ്ങൾ നോക്കൂ, കുറേ പേര് കമൻ്റ് ഇട്ടു, എന്തുകൊണ്ട് റോഡിനെ ഷാഫി പറമ്പിൽ തിരിഞ്ഞു നോക്കുന്നില്ല? പൊന്നാര മക്കളെ, വന്നതേ ഉള്ളൂ അല്ലേ, കുറച്ച് സമയമെടുക്കും. വടകരയിൽ എം പി ഓഫീസായി ഇപ്പോൾ എത്ര എണ്ണം വന്നു? ഷാഫി പറമ്പിൽ ചുമ്മാ അല്ല ഓഫീസ് അങ്ങ് ഓപ്പൺ ചെയ്യുന്നത്. അവിടെ വന്ന് ഇരുന്ന് ഫാനിൽ കാറ്റ് കൊള്ളാനല്ല ഓഫീസ് ഉണ്ടാക്കുന്നത്. ഓഫീസ് ഉണ്ടാക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഓഫീസിൽ വന്ന് ഞങ്ങളുടെ പരാതി, ഇന്ന പരാതിയാണ് ഞങ്ങൾക്ക്, അതായത് കുറേ കടങ്ങളുണ്ട്, എന്തെങ്കിലും ചെറിയൊരു പരിഹാരം തരണമെന്ന് പറയുമ്പോൾ ആ ഓഫീസിലുള്ളവർ ആ പരാതി അങ്ങ് എഴുതിയെടുക്കുന്നു. അതിനുശേഷം ഷാഫി പറമ്പിൽ വരുമ്പോൾ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങളെ ഒന്നൊന്നായി പരിഹരിക്കപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലൈ കിട്ടുന്നുണ്ടോ? ഇല്ല. ഞാൻ ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിലേക്ക് മെസ്സേജ് അയച്ചു, മണിക്കൂറിനുള്ളിൽ എനിക്ക് റീപ്ലൈ കിട്ടി. അതാണ് ഓഫീസ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പാവപ്പെട്ട ജനങ്ങൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കാൻ തയ്യാറാണെന്ന്. ഓക്കെ, നമ്മൾ ഒരു കാര്യം കൂടി ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. BS അച്യുതാനന്ദനെ കുറിച്ച് ഷാഫി പറമ്പിൽ എന്താണ് പറഞ്ഞത്? മരണപ്പെട്ടു പോയ ഒരാളാണ്, എന്നാലും നല്ലതെന്ന് പറയുന്ന ഷാഫി പറമ്പിൽ BSന്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? അതും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, പാർട്ടി റാങ്ക് ആൻഡ് ഫയലിനപ്പുറത്തേക്ക് ആ പാർട്ടിയെ ജനമനസ്സിലേക്ക് ആഴത്തിൽ സ്ഥാപിക്കുന്നതിന് കാരണമായ പ്രവർത്തനങ്ങൾ, എല്ലാ പരിമിതികൾക്കും അപ്പുറത്തേക്ക് ജനങ്ങൾ അവരിലൊരാളായിട്ട് അദ്ദേഹത്തെ CPM അണികളും അനുഭാവികളും വളരെ ശക്തമായിട്ട് അവരുടെ ജനകീയ അടിത്തറ ശക്തമാക്കുന്നതിൽ VSനോടും സമീപകാലത്ത് പങ്കുവഹിച്ചിട്ടുള്ള ഒരാളിലാണ്. നോക്കൂ, നമുക്കൊക്കെ അറിയാം, അതായത് CPMന്റെ ഏറ്റവും അവസാനത്തെ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ, അതായത് സത്യസന്ധനായ വിപ്ലവ നായകൻ ആര്, ഏറ്റവും അവസാന വിപ്ലവ നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് BS അച്യുതാനന്ദൻ മാത്രമാണ്. സത്യസന്ധമായ സഖാവ്, നമുക്ക് അയാളെ സഖാവ് എന്ന് വിളിക്കാം. ഓക്കെ, നിലവിലുള്ള പിണറായി വിജയനൊക്കെ സഖാവ് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം സ്വന്തം മകൾക്ക് വേണ്ടി ഉള്ള പൈസ, നമ്മൾ കൊടുത്ത കറണ്ട് ബില്ല് കെട്ടിയ, നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ കൊടുത്ത നികുതി എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ മുഴുവനും പിണറായി വിജയൻ കൊടുക്കുന്നത് അയാളുടെ മക്കൾക്കാണ്. ഇപ്പോൾ അതിന് കേസായി, ആ കേസിൻ്റെ കാര്യത്തിനാണ് പൈസ മുഴുവനും പിണറായി വിജയൻ ചെലവഴിക്കുന്നത്. അയാളെ നമുക്ക് സഖാവ് എന്ന് വിളിക്കാൻ പറ്റൂല. പക്ഷേ BS അച്യുതാനന്ദനെ നമുക്ക് ഉത്തരം മുട്ടാതെ സഖാവ് എന്ന് വിളിക്കാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അദ്ദേഹം മുഖ്യമന്ത്രിയാവും തന്നെ എനിക്ക് തോന്നുന്നു 80 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ്, 82. അപ്പോൾ അത് എത്ര വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അതുപോലെ എല്ലാ കാലഘട്ടങ്ങളിലും ഇപ്പം വളരെ പരിമിതമായ കമ്മ്യൂണിക്കേഷൻ നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ അതിൻ്റെ ശേഷം പ്രിൻ്റ് മീഡിയയുടെ വളരെ
പിന്നെ ആഴത്തിലുള്ള വേരോട്ടം ഉണ്ടായൊരു കാലഘട്ടത്തിൽ, അതിനുശേഷം താരതമ്യേന പിന്നെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു സമയത്താണെങ്കിൽ പോലും വിഷ്വൽ മീഡിയ കേരളത്തിൽ പ്രസൻസ് ഉണ്ടാക്കിയ സാന്നിധ്യത്തിലൊക്കെ അതിൻ്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ഒരു 60 വർഷം ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇവിടെ BS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നത് 80ാമത്തെ വയസ്സിലെന്ന് നമ്മൾ അറിയണം. അതായത് അദ്ദേഹത്തിൻ്റെ വിപ്ലവം, ഞാൻ പാർട്ടിയിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു, എനിക്കൊരു പാർട്ടി ഉണ്ട്, അത് CPM ആണ്, അതിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് 80 വയസ്സ് വരെ പൊരുതി പോരാളിയായ സഖാവ് അവസാനം 80ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാകുന്നത്. നിങ്ങൾ നോക്കൂ, ആരുണ്ട് നിലവിൽ കേരളത്തിൽ അതുപോലെ ഒരു നായകൻ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. രാഷ്ട്രീയത്തിൽ, മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് പരിസ്ഥിതിയെ ഇത്രയധികം കോർത്തിണക്കിയിട്ടുള്ള ഒരു നേതാവ് VSനെ പോലെ ഉണ്ടാവില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. 100% ശരിയാണ്. എതിർപക്ഷത്തെ കോൺഗ്രസിനെയും BJPയെയും നല്ല രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞ് എതിർത്ത ഒരാൾ BS അച്യുതാനന്ദനാണ്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഷാഫി പറമ്പിൽ നല്ലത് നല്ലതെന്ന് പറയും, ഓക്കെ, ചീത്ത എന്ന് പറയും. ജനങ്ങളുടെ ജനനായകന്മാർ അങ്ങനെയാണ്. നോക്കൂ, BS അച്യുതാനന്ദനെ കുറിച്ച് എന്ത് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കണം, ഷാഫി പറമ്പിൽ കോൺഗ്രസ്സുകാരനാണ്, BS അച്യുതാനന്ദൻ CPM കാരനാണ്. BS അച്യുതാനന്ദൻ മരിച്ചു പോയപ്പോൾ ഷാഫി പറമ്പിലിനോട് മൈക്ക് കൊടുക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല, അദ്ദേഹം നല്ല നേതാവാണ്, ആദരാഞ്ജലി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ നിർത്താം. എല്ലാ നേതാക്കളും അത്ര തന്നെ പറയുന്നതാണ്. എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ BS അച്യുതാനന്ദന്റെ എല്ലാ നല്ല നല്ല സ്റ്റോറികൾ പറയുന്നു? അത് ഷാഫി പറമ്പിലിന്റെ നല്ലൊരു മനസ്സ് മാത്രമാണ്. ഓക്കെ, ബാക്കി കൂടി കേട്ടു നോക്കാം. പാലക്കാട് നിന്ന് MLA ആവാനൊരു അവസരം ലഭിച്ചപ്പോൾ തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തൊക്കെ അവിടെയുള്ള പരിപാടികൾ വെച്ച് നേരിട്ട് ചെറുതായിട്ടൊക്കെ കാണാനും പരിചയപ്പെടാനുള്ള അവസരം നിയമസഭയിൽ 5 വർഷം ഉണ്ടായിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള വിയോജിപ്പുകളുടെ കാലത്തും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഈ പറയുന്ന നിയമസഭയിലും കാണാനിടയായിട്ടുണ്ട്. നോക്കൂ, ഷാഫി പറമ്പിൽ പറയാതെ പറയുകയാണ്, അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൻ, ഒരു ലീഡറിൻ്റെ കൂടെ 5 വർഷം ഞാൻ പണിയെടുത്തു എന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനമെന്ന് ഷാഫി പറമ്പിൽ പറയാതെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. CPMനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരിക്കും. CPMന് പ്രത്യേകിച്ചും, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ജനബന്ധത്തിൻ്റെ പതിറ്റാണ്ടുകളായിരുന്നു അത്. ജനങ്ങളെ പാർട്ടിയുമായി ചേർത്ത് കോർത്തിണക്കിയതിൽ ഏറ്റവും ശക്തമായ അടിത്തറയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടുള്ളത്. ഒരു ഭരണാധികാരി എന്നുള്ള നിലക്കും പൊതുപ്രവർത്തനം എന്നുള്ള നിലക്കും എപ്പോഴും സാധാരണക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മറ്റെല്ലാത്തിനും അപ്പുറത്തേക്ക് സാധാരണ ദുർബലരായിട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രയോറിറ്റി ആയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അവരുടെ പാർട്ടി പ്രവർത്തകർക്കും കേരളീയ പൊതുസമൂഹത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. നോക്കൂ, നമ്മളിപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അദ്ദേഹം ജനനായകനാണ്. അതുപോലെയാണ് BS അച്യുതാനന്ദനും ഒരു കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു BS അച്യുതാനന്ദൻ പ്രവർത്തിച്ചത്. അങ്ങനെയാണ് എൻ്റെ പൊന്നുമക്കളെ ഉമ്മൻചാണ്ടി സാറ് മരിക്കുമ്പോഴും BS അച്യുതാനന്ദൻ സാറ് മരിക്കുമ്പോഴും ഇത്രയൊക്കെ ജനക്കൂട്ടങ്ങളൊക്കെ കൂടുന്നത്. കാരണം ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണ്. നിലവിൽ ഷാഫി പറമ്പിൽ എങ്ങനെയാണോ മുമ്പ്, ഇപ്പോൾ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെയാണ് BS ഉമ്മൻചാണ്ടിയൊക്കെ മുമ്പ് പ്രവർത്തിച്ചത്. എൻ്റെ പൊന്ന് പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, ഇനിയെങ്കിലും നല്ല രീതിയിൽ ഭരിച്ചോളൂ, ഇല്ലെങ്കിൽ 4 ആൾ മരിച്ചു കഴിഞ്ഞാലെങ്കിലും നല്ലത് പറയണ്ടേ. ഓക്കെ, ഷാഫി പറമ്പിൽ പറയുന്ന അടുത്തതും കൂടി കേട്ട് നോക്കാം. റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. എഴുതിത്തള്ളാൻ, ഒരു പരാജയത്തിനും എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളത് ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ചർച്ചയാക്കുന്ന പാർട്ടി ജയിക്കുമ്പോൾ അദ്ദേഹം തോൽക്കുന്നു, അദ്ദേഹം ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുന്നു, പാർട്ടി ജയിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം തോൽക്കുന്നു. ഇതൊക്കെ ഉണ്ടാണെങ്കിലും അപ്പോഴത്തെ ആ ഒരു പദവി നഷ്ടലാഭങ്ങൾക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ തുടർന്നിട്ടുള്ള ഒരാളാണ്. നോക്കൂ, ഇത് ക്ലിയറാണ്. അതായത് ചില സമയത്ത് പാർട്ടി വിജയിക്കുമ്പോൾ BS അച്യുതാനന്ദൻ തോൽക്കുകയാണ്, BS അച്യുതാനന്ദൻ വിജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയാണ്. അതായത് 2 അഭിപ്രായം. നോക്കൂ നിങ്ങൾ, BS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് ജനങ്ങൾക്കൊപ്പമാണ്. ഓക്കെ, അതായത് അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ചിലപ്പോൾ പാർട്ടി പറയുന്നത് അദ്ദേഹത്തിന് തള്ളേണ്ടി വരുന്നുണ്ട്.
പാർട്ടി ഈ കാര്യം ചെയ്യണ്ടെന്ന് പറയുമ്പോൾ BS പറയും ഞാനത് ചെയ്യും, കാരണം എനിക്ക് വേണ്ടത് പാവങ്ങളായ ജനങ്ങളെന്ന് BS പറയും. അതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ചില സമയത്ത് BS വിജയിക്കും, മറ്റു സമയത്ത് LDFന്റെ പാർട്ടി വിജയിക്കും. അങ്ങനെ 2 തരത്തിലായിരുന്നു BSന്റെ ഭരണം. അതായത് ജനങ്ങൾക്കൊപ്പം നിലവിൽ ഷാഫി എങ്ങനെയാണോ അതുപോലെയായിട്ടും ഒരു സമയത്ത് 80-ാം വയസ്സിലൊക്കെ BS അച്യുതാനന്ദൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇത്രയും വർഷം അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് മാത്രമല്ല, വർഷങ്ങൾ മുഴുവൻ ഒരു പോരാട്ടമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. പലപ്പോഴും ഏകാംഗ പോരാട്ടം വരെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപക്ഷ സ്വരമാണ് ഇപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത് നിൽക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ശബ്ദവും സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപക്ഷ സ്വരമാണ്. ഭരണകൂടങ്ങൾക്കെതിരെ ചിലപ്പോഴൊക്കെ പാർട്ടിയിലെ തന്നെ തിരുത്തലായിട്ടൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. കോൺഗ്രസ് CPM എന്ന് പറയുമ്പോൾ ഒരു ശത്രു പാർട്ടിയാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പൊളിറ്റിക്സിലേക്ക് നമുക്ക് കാണുമ്പോൾ അവർ രണ്ടുപേരും ശത്രുക്കളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥ ശത്രുക്കളല്ല, ഒരു എക്സാമ്പിളാണ്. നോക്കൂ, അങ്ങനെ ഒരാൾ LDFിൽ നിന്ന് ഒരാൾ മരിച്ചു പോകുമ്പോൾ കോൺഗ്രസ്സുകാരനായ ഷാഫി പറമ്പിൽ ഇത്രയധികം പൊക്കി പറയണമെങ്കിൽ ആരാണ് BS? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഷാഫി പറമ്പിൽ ഒരു യുവ നേതാവാണ്. ഉമ്മൻചാണ്ടി സർ, BS അച്യുതാനന്ദൻ്റെ ഭരണമൊക്കെ കണ്ട് പഠിച്ചൊരു നേതാവാണ്. എങ്ങനെയാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതെന്ന് ഇവരുടെ ഭരണം കണ്ടാണ് ഷാഫി പറമ്പിൽ പഠിച്ചത്. അങ്ങനെയാണ് ഇവർ മരിച്ചു പോകുമ്പോൾ ഷാഫി പറമ്പിൽ ഇത്രയധികം പൊക്കി പറയുന്നത്. അതായത് ഉള്ള കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഏറ്റവും അവസാനം BS അച്യുതാനന്ദൻ്റെ അടക്കം, അതായത് കണ്ണീരോടെ, അതൊന്നും കൂടി നമുക്കൊന്ന് കണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അച്യുതാനന്ദൻ വലിയ ചുടുകാട്ടിൽ എരിഞ്ഞടങ്ങുകയാണ്. ആ വിപ്ലവ സൂര്യൻ അസ്തമിക്കുകയാണ്. വളരെ വൈകാരികമായ യാത്രയപ്പാണ് അവിടെ കൂടിയിരിക്കുന്നവർ നൽകുന്നത്. VS അവർക്കാരായിരുന്നുവെന്ന് അവരുടെ മുഖങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പലരും ചങ്കു പൊട്ടിക്കൊണ്ടാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. കേരളം സ്നേഹിച്ച നേതാവിന്, ആലപ്പുഴയുടെ പ്രിയ പുത്രന് കേരളം വിട നൽകുകയാണ്. ഇനി VS ഓർമ്മയാണ്, എല്ലാ മനുഷ്യരുടെ മനസ്സിലും നിലനിൽക്കുന്ന ഓർമ്മയാണ്. VSനെ കേരളം എത്ര ഇഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ തെളിയിച്ചതാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം മരണമുണ്ടാവും. ഓക്കെ, നോക്കൂ, ഇവിടെ BS അച്യുതാനന്ദൻ ചെയ്ത നല്ലത് കൊണ്ടല്ലേ അവിടെ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത്. നിങ്ങൾ കുറേ പേര് ചിലപ്പോൾ പറയും അത് പൈസ കൊടുത്താണ് വിളിപ്പിക്കുന്നതും ചിലർ പറയും, അങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾക്കാരുമുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, ആ ഒരു ആൾക്കൂട്ടം, സാധാരണക്കാരായ ജനങ്ങൾ അവിടെ അങ്ങനെ കൂടണമെങ്കിൽ BS അച്യുതാനന്ദൻ എങ്ങനെയായിരുന്നു അവർക്ക് ഭരിച്ചത് അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് പറയാനുള്ളത്, നിലവിൽ വരുന്ന MLA-മാരോടും MP-മാരോടും ഇനി ഷാഫി പറമ്പിലിനൊക്കെ കണ്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ എൻ്റെ പൊന്നു വോട്ടർമാരോടൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഇന്ന് മുതൽ പാർട്ടി നോക്കാൻ പാടില്ല. BJP, UDF, LDF നിങ്ങൾ നോക്കണ്ട. ആരാണ് മികച്ചവൻ, ആര് വന്നാലാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്, അവർക്ക് നിങ്ങൾ വോട്ടിടുക. അതിപ്പോൾ ഏത് പാർട്ടിയാലും ഒരു പ്രശ്നമില്ല. പൊന്നുമക്കളെ, അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്, വടകരയിൽ പുതുപുത്തൻ റോഡ് ഉടൻ തന്നെ ആവുകയാണ്. ഷാഫി പറമ്പിലിന് ബിഗ് സല്യൂട്ട് അടിക്കുകയാണ്. കുറേ പേര് പറയുകയാണ്, ഇത് ഉമറിൻ്റെ ഭരണമാണോ? ഉമറിൻ്റെ ഭരണത്തെ പോലും അതുപോലെയാണ് ഞങ്ങൾക്ക് ഷാഫി പറമ്പിലിനെ കാണുമ്പോൾ തോന്നുന്നതെന്ന് കുറേ പേര് പറയുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.